ഉത്തരം പരിപാടിയിൽ വീണ്ടും കണ്ടുമുട്ടും വരെ പ്രാർത്ഥനയിൽ നമുക്കൊന്നിക്കാം. നന്ദി. ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ സമരങ്ങളുടെ കാലമാണിത്. എവിടെ നോക്കിയാലും സമരങ്ങൾ. അവശ്യ സാധനങ്ങളുടെ വില കൂടുമ്പോൾ സമരം, പെട്രോളിന് വില കൂടുമ്പോൾ ഇനി ഉടനെ സമരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ ദിവസവും പത്രങ്ങളിൽ വരുന്ന പത്രമാധ്യമങ്ങളെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് സമരങ്ങളെക്കുറിച്ചാണ്. നല്ല വശമുണ്ട്, തെറ്റായ വശങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടം മുഴുവൻ മനുഷ്യൻ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ. സമരങ്ങൾ നല്ലതുണ്ട്, അതിന് മറ്റു വശങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരാത്മീയ സമരത്തെക്കുറിച്ചാണ്. മറ്റ് കാര്യങ്ങൾ നേടിയെടുക്കാൻ സമരങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഒരാത്മീയ സമരം ഞാനും നിങ്ങളുമൊക്കെ അനുദിന ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നടത്തണമെന്ന് പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളോട് പറയുകയാണ്. സമരം നടത്തണം. സമരത്തിൽ എന്തൊക്കെ ആയുധങ്ങൾ എടുക്കണം, ആരോടാണ് സമരം നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 16 മുതൽ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. ആത്മീയ സമരം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന, അതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. സ്നേഹമുള്ളവരെ, ആത്മീയ സമരം നടത്തേണ്ടത് നമ്മളാണ്. ആരോടാണ് നടത്തേണ്ടത്? തിന്മയുടെ അന്ധകാര ശക്തികളുടെ അധിപന്മാരോട്. എന്തുകൊണ്ടാണ് ഈ ആത്മീയ സമരം നടത്തുന്നതിനുള്ള ആയുധങ്ങൾ? ദൈവത്തിൻ്റെ ആയുധങ്ങൾ. സത്യവും നീതിയും വിശ്വാസവും സമാധാനവും ദൈവവചനവും. ഈ ആത്മീയ ആയുധങ്ങൾ കൊണ്ട് ആത്മീയ സമരം നടത്തി ആത്മീയ ജീവിതത്തിൽ വിജയം വരിക്കണമെന്ന് പൗലോസ്ലീഹ എഫേസോസുകാർക്ക് ലേഖനത്തിലൂടെ നമ്മോട് പറയുകയാണ്. ആദ്യത്തെ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. കർത്താവിൻ്റെ ശക്തിയിലും പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ.
കർത്താവിൽ, ദൈവത്തിൽ ശക്തരായിരിക്കണം എന്ന് പൗലോസ്ലീഹ ലേഖനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇനി ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. വചനം പറയുകയാണ്, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർക്കാൻ. കുടിലത എന്നൊരു വാക്ക് ശ്രദ്ധിക്കണം. സാത്താന്റെ തന്ത്രങ്ങളെ എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ പൗലോസ്ലീഹ പറയാണ്, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർക്കാൻ ആത്മാവിൻ്റെ ആയുധങ്ങൾ ധരിക്കുവിൻ. വളരെ സാധാരണമായിട്ട് ചിന്തിച്ച്, തിന്മ എപ്പോഴും ആകർഷകമായിട്ടല്ലേ അവതരിപ്പിക്കപ്പെടാറ്? സൗന്ദര്യത്തിൻ്റെ, സ്വാദിൻ്റെ, ആഘോഷങ്ങളുടെ, സമ്പത്തിൻ്റെ, സമൃദ്ധിയുടെ രൂപത്തിലാണ് പലപ്പോഴും തിന്മ അവതരിപ്പിക്കപ്പെടാറ്. വിഷം കഴിക്കുന്നത് നല്ലതല്ലല്ലോ. പാമ്പ്ലാനിയച്ചൻ ഒരു ദിവസം പറയുന്നത് കേട്ടു, വിഷം കഴിക്കുന്നത് നല്ലതല്ലെന്ന് നമുക്കൊക്കെ അറിയാം. വിഷം എടുത്ത് തന്നാൽ ആരെങ്കിലും കഴിക്കുമോ? സുബോധമുള്ള നമ്മളാരും വിഷം നേരിട്ട് തന്നാൽ കഴിക്കില്ല. പക്ഷേ കുറച്ച് വിഷം എടുത്തിട്ട് അതിൽ കുറച്ച് അവലോസൂടിയും കുറച്ച് കശുവണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും കുറേ പഞ്ചസാരയും ശർക്കരയും സാധനങ്ങളെല്ലാം ചേർത്ത് നല്ല ഭംഗിയുള്ള ആകർഷകമായ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിന് നല്ല ഒരു കവറും നല്ല ഒരു സിനിമാ നടിയുടെ ആകർഷകമായൊരു പോസ്റ്ററും ഒരു സ്റ്റിക്കറും ഒക്കെ ഒട്ടിച്ചു കൊടുത്താൽ മനുഷ്യർ വാങ്ങി തിന്നും. കൊക്കോക്കോളയും പെപ്സിയും ഒന്നും മക്കളെ കുടിക്കല്ലേ, അത് നല്ലതല്ല, വിഷമാണ്. അത് ശരീരത്തിന് കേടാണെന്ന് പറഞ്ഞാൽ, ഐസ്ക്രീം നല്ലതല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ കഴിക്കാതിരിക്കുവോ? ഇല്ല. ഭംഗിയുണ്ട് കാണാൻ, ആകർഷകമായ ബോട്ടിൽ, സിനിമാ നടികളുടെ പോസ്റ്ററുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, മധുരമുണ്ട്. അതുകൊണ്ട് വിഷമാണെങ്കിലും ഞാനും നിങ്ങളൊക്കെ അറിയാതെ ചിലപ്പോൾ വാങ്ങി കഴിച്ചെന്നിരിക്കും. കാരണം തിന്മ അവതരിപ്പിക്കപ്പെടുന്നത് ഭംഗിയായിട്ടാണ്. ആകർഷകമായ രൂപങ്ങളിൽ, ആകർഷകമായ രീതികളിൽ തെറ്റിനെ പിശാച് അവതരിപ്പിക്കുമ്പോൾ നിർഭാഗ്യവശാൽ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യൻ അതിന് കീഴ്പ്പെടുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർക്കാൻ. വെറുതെ തന്ത്രങ്ങളല്ല, വെറുതെ സാത്താന്റെ പ്രവൃത്തികളല്ല, സാത്താന്റെ വക്രത നിറഞ്ഞ, ചതിയാകുന്ന, മനുഷ്യനെ വഞ്ചിക്കുന്ന കുടിലതയുടെ തന്ത്രങ്ങളെ എതിർക്കാൻ ശക്തരാകണം. അതിന് കഴിയണമെങ്കിൽ നീ ഒരു സമരം ചെയ്യണം. ആത്മീയമായി നിന്റെ ജീവിതത്തിൽ ചില ബലംപിടുത്തങ്ങൾ ആവശ്യമാണ്. ചില ബലംപിടുത്തം നിന്നോട് തന്നെ ഇല്ലെങ്കിൽ ജീവിതം പാഴായി പോകും, പരാജയപ്പെട്ടു പോകും. മൃഗങ്ങൾ ഇൻസ്റ്റിങ്ക്റ്റ്, വാസന അനുസരിച്ച് പ്രവർത്തിക്കും. മനുഷ്യൻ അങ്ങനെയല്ലല്ലോ. മനുഷ്യൻ വാസന അനുസരിച്ച് പ്രവർത്തിക്കാനുള്ളവനല്ല. ബുദ്ധിയും ചിന്തയ്ക്കുള്ള കഴിവും മനുഷ്യന് ദൈവം കൊടുത്തിട്ടില്ലേ? ഉണ്ട്, ദൈവം നൽകിയിട്ടുണ്ട്. ദൈവം നൽകിയ ബുദ്ധിയും ചിന്തിക്കാനുള്ള കഴിവും ഉപയോഗിച്ച് വെറുതെ വാസന അനുസരിച്ചല്ലാതെ, തോന്നുന്ന പോലെയല്ല ചെയ്യേണ്ടത്, തോന്നുന്ന പോലെ അല്ല ജീവിക്കേണ്ടത്. നീ നിന്റെ ജീവിതത്തോട് ചില ബലംപിടുത്തം വേണം. ചില കാര്യങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടെങ്കിലേ ആത്മീയ ജീവിതത്തിൽ ആത്മീയ സമരം നടത്തി ആത്മീയ ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ നിനക്ക് വിജയം വരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജീവിതം മുഴുവൻ കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധനയ്ക്ക് വിധേയമാകണം. ഉയർപ്പ് കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചു കേട്ടില്ലേ സുവിശേഷത്തിൽ, ഈശോയുടെ കല്ലറയിങ്കൽ മഗ്ദലന മറിയവും മറ്റുള്ളവരും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് കണ്ടു. ഈശോ ഉയർത്തു എന്ന്, അതല്ലെങ്കിൽ ഈശോ അവിടെ ഇല്ല, കല്ലറയിൽ ഇല്ലെന്ന് അവർക്ക് മനസ്സിലായത്, പെട്ടെന്ന് മനസ്സിലായത് കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് കണ്ടു. ചില കല്ലുകളൊക്കെ ഞാനും നിങ്ങളും ഹൃദയത്തിൻ്റെ വാതിൽക്കൽ, കുടുംബജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ വാതിൽക്കൽ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഒരു സേഫ് കംഫർട്ട് സോണിലേക്ക് നമ്മളൊക്കെ മാറിയിരിപ്പുണ്ട്.
ആരും കാണുന്നില്ല. ദൈവം അവിടെ നിൽക്കും. ഞാൻ പള്ളി പോവും, പ്രാർത്ഥനകൾ ചൊല്ലും, സന്ധ്യാ നമസ്കാരങ്ങളെല്ലാം ചൊല്ലുന്നുണ്ട്, എല്ലാം ഉണ്ട്, കൂദാശ സ്വീകരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, ചില കല്ലുകൾ തടസ്സം സൃഷ്ടിക്കുന്ന ദൈവാനുഗ്രഹം എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതിന്, ഒഴുകുന്നതിന് തടസ്സമായിട്ട് ഞാൻ വച്ചിരിക്കുന്ന കല്ലുകളൊക്കെ ഉരുട്ടി മാറ്റണം. പ്രിയമുള്ളവരെ, തെറ്റ് മരിക്കണം, തിന്മ മരിക്കണം. തിന്മയുടെ, തെറ്റായ ശീലങ്ങളുടെ, തഴക്കദോഷങ്ങളുടെയൊക്കെ ഈ കല്ലുകളെ ഉരുട്ടി മാറ്റിയാൽ നന്മ ഉയർക്കും, നല്ല ശീലങ്ങൾ ഉയർക്കും, നല്ല ശീലങ്ങൾ വളർന്നു വരും. അതുകൊണ്ട് ജീവിതം മുഴുവൻ ഒരാത്മീയ സമരത്തിൻ്റെതായിരിക്കട്ടെ. ചില ബലം പിടുത്തങ്ങൾ, ചില വ്യക്തമായ ഉറച്ച തീരുമാനങ്ങളും ബോധ്യങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിലെ കല്ലുകളൊക്കെ, തടസ്സങ്ങളൊക്കെ മാറുമ്പോൾ ദൈവാനുഗ്രഹം ഒരു നീർച്ചാല് പോലെ ഒഴുകി ഒഴുകി എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ വ്യക്തി ജീവിതങ്ങളിൽ നിറയും. എല്ലാ ജീവിതങ്ങളിലും മനുഷ്യരായി ജീവിച്ചിട്ടുണ്ടോ, മനുഷ്യരായി ജനിച്ചിട്ടുണ്ടോ, തെറ്റായ ശീലങ്ങൾ, തെറ്റായ സംസാര പദപ്രയോഗങ്ങൾ, ദോഷവശങ്ങളൊക്കെ മനുഷ്യ ജീവിതങ്ങളിൽ സ്വാഭാവികം. ഈ തെറ്റായ തിന്മയുടെ വശങ്ങളെല്ലാം മരിക്കുമ്പോൾ, ഈ കല്ലുകളൊക്കെ ഉരുട്ടി മാറ്റപ്പെടുമ്പോൾ നന്മ ഉയർക്കും. ചാരം മൂടിക്കിടക്കുന്ന കനൽ കണ്ടിട്ടില്ലേ? ആ കനൽ പതിയൊന്ന് ഊതി നോക്കിക്കേ, തീയുണ്ടാകും. ചാരം മൂടിക്കിടക്കുന്ന കനൽ കണക്കെയാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം, ഹൃദയം. ഈ കനലിനെ ഊതി ആ കനലിലുള്ള അഗ്നിയെ പ്രകാശിപ്പിക്കാൻ, നന്മയുടെ ശീലങ്ങൾക്ക് ഉണർവേകാൻ, ഉയിർപ്പേകാനുള്ള കഴിവ് ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതല്ലേ പൗലോസ് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം പറയും, വഞ്ചന നിറഞ്ഞ നിന്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കണം. വഞ്ചന നിറഞ്ഞ നിന്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കാൻ ഈശോയോട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മളെ ഏറെ സഹായിക്കും അതിന് വേണ്ടിയിട്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മെ സഹായിക്കും. ശരീരത്തോട് ചേർന്ന് മനസ്സിനോടും ശീലങ്ങളോടും രീതികളോടും വരിഞ്ഞു മുറുകിക്കിടക്കുന്ന ശീലങ്ങളെ, തിന്മയുടെ ശീലങ്ങളെ മാറ്റാൻ, ഉരിഞ്ഞു മാറ്റാൻ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ ആത്മീയ സമരത്തിൽ നമ്മൾ വിജയിക്കും. പരിശുദ്ധ അമ്മയോടുള്ള ഇങ്ങനെയൊരു പാട്ടുണ്ട്, ഉരിഞ്ഞു മാറാത്തൊരു ഉടുവസ്ത്രം പോൽ ഉയിരിൻ്റെ ഭാഗമാം ശീലങ്ങളെ കഴുകി എന്നെ പുതുപുത്തനാക്കി അൾത്താരയിലെത്തിക്കണേ. ഉരിഞ്ഞു മാറാത്തൊരു ഉടുവസ്ത്രം പോൽ ഉയിരിൻ്റെ ഭാഗമാം ശീലങ്ങളെ കഴുകി എന്നെ പുതുപുത്തനാക്കി അൾത്താരയിലെത്തിക്കണേ. ആത്മീയമായ സമരം ബോധ്യങ്ങളിലേക്ക്, പ്രതിജ്ഞകളിലേക്ക് നമ്മെ വളർത്തണം. ഇനി അതിനു വേണ്ടിയിട്ട് ഈ ആത്മീയ സമരത്തിൽ നമ്മൾ എടുക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയാന്ന് പൗലോസ്ലീഹ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറയുകയാണ്, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റാനും വേണ്ടി നീ സത്യം കൊണ്ട് അരമുറുക്കണം. പാൻസ് ധരിക്കാറുണ്ടല്ലോ. പാൻസ് ധരിക്കുന്നവരൊക്കെ അരയിൽ ബെൽറ്റും കെട്ടാറുണ്ട്. അതല്ലെങ്കിൽ ബട്ടൺസിന് നല്ല മുറുക്കം വേണം. വേണ്ടേ? വേണം. പാൻസിന് നല്ല മുറുക്കം ഇല്ലെങ്കിൽ ഊർന്നു പോവും. നിന്റെ അരയിൽ വസ്ത്രം എന്തുമാത്രം ചേർന്ന് കിടക്കുമ്പോഴാണ് നിനക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത്. അരയിൽ
വസ്ത്രം ചേർന്ന് കിടക്കുന്നത് പോലെ സത്യം കൊണ്ട് അരമുറുക്കണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അരയിൽ വസ്ത്രം ചേർന്ന് കിടന്നില്ലെങ്കിൽ അസ്വസ്ഥതയല്ലേ? ആണ്. വസ്ത്രം ചേർന്ന് കിടക്കുന്നത് പോലെ നിന്റെ ശരീരത്തോടും നിന്റെ ജീവിത പ്രകൃതികളോടും ശീലങ്ങളോടും സത്യസന്ധതയുണ്ടാകട്ടെ. സത്യം കൊണ്ട് അരമുറുക്കാൻ കഴിയണമെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. ആദ്യത്തെ ആയുധം സത്യം കൊണ്ട് അരമുറുക്കണം. ദൈവതിരുമുമ്പിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ, ദൈവതിരുമുമ്പിൽ ദൈവം നൽകിയ കഴിവുകളും ദൈവം നൽകിയ സാഹചര്യങ്ങളും ഒക്കെ വളർത്തി ദൈവത്തിന് തിരിച്ചു കൊടുക്കാൻ, ജീവന്റെ കാവൽക്കാരായി ജീവിക്കാൻ, സത്യസന്ധരായി ജീവിക്കാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ആയുധം ആത്മീയ ജീവിതത്തിൽ നിന്റെ ആദ്യത്തെ ആയുധം ഇതായിരിക്കട്ടെ. സത്യം കൊണ്ട് അരമുറുക്കാൻ കഴിയണം. വീണ്ടും പൗലോസ്ലീഹ പറയുകയാണ്, നീതിയുടെ കവചം ധരിക്കുക. നമ്മൾ മാർച്ച് മാസം, കഴിഞ്ഞ മാസം നീതിമാനായ യൗസേപ്പിതാവിനെ ഓർത്തില്ലേ? നീതിമാനായ യൗസേപ്പിതാവ് നീതിമാൻ എന്ന വിശേഷണം അർഹിക്കുന്നത് തന്നെ നീതിയോടെ ജീവിച്ചത് കൊണ്ടാണ്. കാരുണ്യത്തോടെ നീതിപൂർവം ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ആഴത്തിൽ ബോധപൂർവം നമ്മൾ ചിന്തിക്കുന്നത് നല്ലതല്ലേ പ്രിയമുള്ളവരെ? വീണ്ടും പൗലോസ്ലീഹ പറയുകയാണ്, ദുഷ്ടന്റെ കൂരമ്പുകളെ കെടുത്തുന്ന, നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം അണിയണം. ദുഷ്ടന്റെ കൂരമ്പുകളെ എതിർക്കാൻ നിനക്ക് കഴിയണമെങ്കിൽ വിശ്വാസത്തിന്റെ പരിചയം എടുക്കണമെന്ന് പൗലോസ്ലീഹ നമ്മോട് പറയുകയാണ്. നല്ല മാതൃകകൾ എന്തുമാത്രം! പഴയ നിയമം വായിച്ചോളൂ. അബ്രാഹം വിശ്വാസികളുടെ പിതാവ്, ദൈവത്തിന്റെ സുഹൃത്ത് എന്നല്ലേ അബ്രാഹത്തെ വിളിക്കുന്നത്? എങ്ങനെ വിളിക്കാതിരിക്കും? അബ്രാഹത്തിന് പ്രായമായപ്പോൾ ഒരു മകനെ കൊടുത്തു ദൈവം. ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു മകനെ കിട്ടിയപ്പോൾ സന്തോഷം ഉണ്ടായില്ലേ അബ്രാഹത്തിനും സാറയ്ക്കും? പക്ഷേ ദൈവം പറഞ്ഞു, ആ മകനെ ദൈവത്തിന് ബലിയർപ്പിക്കണം. പക്ഷെ അബ്രാഹം തയ്യാറായതിന്, തൻ്റെ മകനെ കൊടുക്കാൻ മാത്രം അബ്രാഹം ദൈവത്തിൽ പ്രതീക്ഷയുള്ളവനായിരുന്നു, വിശ്വാസമുള്ളവനായിരുന്നു. ദൈവത്തിന് അബ്രാഹത്തിന് അറിയില്ലേ 90 വയസ്സ് കഴിഞ്ഞ സാറ ഇനി പ്രസവിക്കില്ലെന്ന്? മണ്ടനൊന്നും ആയിരുന്നില്ലല്ലോ അബ്രാഹം. പക്ഷേ മകനെ കൊടുക്കാൻ അബ്രാഹത്തിന്റെ വിശ്വാസം അത്ര ബലമുള്ളതായിരുന്നു. അതുകൊണ്ടല്ലേ അബ്രാഹത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് പൗലോസ്ലീഹ പറയും, അബ്രാഹത്തിന്റെ വിശ്വാസം ഹോപ്പ് അഗൻസ്റ്റ് ഹോപ്പ്, പ്രത്യാശ എതിരെയുള്ള ഒരു പ്രത്യാശ. പ്രത്യാശിക്കാൻ ഒന്നുമില്ല, പ്രത്യാശിക്കാനോ പ്രതീക്ഷിക്കാനോ ഇനി അങ്ങോട്ട് വാകെ ഒന്നുമില്ലെങ്കിലും അബ്രാഹം വിശ്വസിച്ചു ദൈവത്തെ. അതുകൊണ്ടാണ് പറയുന്നത് അബ്രാഹത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് പൗലോസ്ലീഹ ഹോപ്പ് അഗൻസ്റ്റ് ഹോപ്പ്, പ്രത്യാശ എതിരെയുള്ള ഒരു പ്രത്യാശ. വളരണം, വിശ്വാസത്തിൽ വളരണം. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന് ആഴത്തിൽ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. എനിക്ക് ഉത്തരം ഉണ്ടാകില്ല ചിലപ്പോൾ, ഞാൻ ആലോചിച്ചാൽ പിടികിട്ടില്ല, എനിക്ക് ഉത്തരമില്ല, ഞാൻ ആരോട് ചോദിച്ചാലും എനിക്ക് ഉത്തരം പറഞ്ഞു തരാൻ ഉണ്ടാകില്ല ചിലപ്പോഴെങ്കിലും. ചില അപകട മരണങ്ങൾ ഉണ്ടാകുമ്പോൾ അച്ഛന്മാരൊക്കെ പോയി പ്രസംഗിക്കാറുണ്ട് മരണ വീട്ടിൽ. അച്ഛന്മാർക്ക് പ്രസംഗിക്കാൻ കാരണം എന്താ? അച്ഛന്മാരുടെ ആരുമല്ലല്ലോ മരിച്ചു കിടക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 4 മാസം ആയപ്പോഴേക്കും ഭർത്താവ് മരിച്ചു പോയാൽ ആ ജീവിത പങ്കാളിയോട് എന്ത് പറയാനാ പ്രിയപ്പെട്ടവരെ? എന്ത് പറയണം? എന്ത് പറഞ്ഞു കൊടുക്കും? ദൈവത്തിന്റെ പദ്ധതിയാണെന്നോ? ഒരു പരിധിയുണ്ട് നമുക്കൊക്കെ, നമ്മുടെ ഉത്തരങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ എന്ത് പറയണം? നിന്റെ ഉത്തരങ്ങൾക്ക്, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെങ്കിലും ദൈവത്തിന് ഉത്തരമുണ്ട്. ദൈവത്തിനൊരു ഉത്തരമുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല.
ഇതാണ് വിശ്വാസം. ഈ വിശ്വാസത്തിലേക്ക് വളരണം, ഈ ബോധ്യത്തിലേക്ക് വളരണം. അപ്പോൾ ആത്മീയ ജീവിതത്തിൽ കുറച്ചുകൂടെ കരുത്തുള്ളവരായി നമ്മൾ മാറില്ലേ? അപ്പോഴാണ് ജീവിതം ബലമുള്ളതായി മാറുന്നത്, ജീവിതത്തിൽ നന്മയുള്ളതായിട്ട് മാറുന്നത്. അതുകൊണ്ട് സത്യം കൊണ്ട് അരമുറുക്കി വിശ്വാസത്തിൻ്റെ പരിചയം എടുത്ത് രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് നീതിയുടെ കവചം ധരിച്ച് ദൈവവചനമാകുന്ന വാളേന്തി ജീവിക്കണം. ദൈവവചനമാകുന്ന വാള് കയ്യിലെടുത്ത് ജീവിക്കണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം വായിച്ചിട്ടില്ലേ? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മളോട് പറയും അസ്ഥികളുടെ താഴ്വര. എസെക്കിയേൽ പ്രവാചകനുണ്ടായ ദർശനം വായിച്ചിട്ടില്ലേ? വായിക്കണം. വായിച്ചിട്ടില്ലെങ്കിൽ ആവർത്തിച്ച് വായിക്കണം. എസെക്കിയേൽ പ്രവാചകനോട് ദൈവം പറയുകയാണ്, ഞാൻ പറയുന്നത് പോലെ എൻ്റെ വചനം നീ ആ ഉണങ്ങി വരേണ്ട അസ്ഥികളോട് പറ. ഉണങ്ങി വരേണ്ട അസ്ഥികളോട് എസെക്കിയേൽ പ്രവാചകൻ ദൈവം പറഞ്ഞതുപോലെ പറഞ്ഞപ്പോൾ ഉണങ്ങി വരേണ്ട അസ്ഥികൾക്ക് മാംസവും മജ്ജയും വരുന്നതായിട്ടും അസ്ഥികൾ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ടും ജീവൻ ഉണ്ടാകുന്നതായിട്ടും എസെക്കിയേൽ പ്രവാചകൻ നമ്മോട് പറയുകയാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള കർത്താവിൻ്റെ പരിശുദ്ധ വചനങ്ങളെ ഗൗരവമായിട്ട് എടുക്കണ്ടേ? മുറിയിൽ പരിശുദ്ധ ബൈബിൾ വിശ്വാസത്തോടെ പൂജ്യമായിട്ട് നീ തുറന്നു വെച്ചാൽ മതി. പൂജ്യമായിട്ട് വിശ്വാസത്തോടെ നിന്റെ മുറിയിൽ നീ പരിശുദ്ധ ബൈബിൾ തുറന്നു വെച്ചാൽ മതി. നിന്റെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം ഇറങ്ങി വരും, ദൈവം ഉണ്ടാകും, ദൈവവചനത്തിന് ശക്തി ഉണ്ടാകും എന്ന് പറഞ്ഞ് മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയുമോ പ്രിയമുള്ളവരെ? ആ ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റുമോ? റേഷൻ കാർഡും കറണ്ട് ബില്ലും എടുത്തു വെക്കേണ്ടതല്ലല്ലോ പരിശുദ്ധ ബൈബിൾ. പരിശുദ്ധ ബൈബിളിനെ, ദൈവത്തിൻ്റെ വചനത്തെ ഗൗരവമായിട്ട് നീ എടുത്താൽ നിന്നെയും ദൈവം ഗൗരവമായിട്ട് എടുക്കും. കൈവെള്ളയിൽ ദൈവം കാത്തു പരിപാലിക്കും. അതുകൊണ്ട് ജീവിതം സമരമാണ്. സമരങ്ങളുടെ കാലഘട്ടത്തിൽ സമരങ്ങൾ ചെയ്തോളൂ. പെട്രോൾ വില കൂടും, അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കും. അതല്ലെങ്കിൽ പല പ്രശ്നങ്ങൾക്ക്, സാമൂഹ്യ പ്രശ്നങ്ങൾക്കെതിരെ സമരങ്ങളുണ്ട്. നല്ലത്, രണ്ടു വശങ്ങളുണ്ടെങ്കിലും സമരങ്ങളുണ്ട്. ഈ ഒരു സമരം നിന്റെ ആത്മീയ ജീവിതത്തിൽ വേണം, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വേണം. അതില്ലെങ്കിൽ തകരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ജീവിതം പാതി വഴിയിൽ നിന്നു പോകുമെന്നുള്ള കാര്യത്തിന് തർക്കം വേണ്ട, ബലം പിടുത്തം വേണം. ആത്മീയ ജീവിതത്തിൽ ഇൻസ്റ്റിങ്ക്റ്റ് അല്ല, വാസനയല്ല നയിക്കേണ്ടത്, ബോധ്യങ്ങൾ. കാഴ്ചകളൊക്കെ ഉൾക്കാഴ്ചകളാകട്ടെ, ചിന്തകളൊക്കെ ബോധ്യങ്ങളാകണം. പരിശീലനങ്ങളെല്ലാം പരിവർത്തനങ്ങളായി മാറണം. ആത്മീയ ജീവിതത്തിൽ സമരം നടത്തുന്നവരാകാം. വെറുതെ അല്ല, ദൈവത്തിൻ്റെ ആയുധങ്ങൾ കൊണ്ട്, സത്യം കൊണ്ട് അരമുറുക്കണം, രക്ഷയുടെ പടത്തൊപ്പി അണിയണം, നീതിയുടെ കവചം ധരിച്ച് വിശ്വാസത്തിൻ്റെ പരിചയം എടുത്ത് ദൈവവചനമാകുന്ന മൂർച്ചയേറിയ ആയുധം വാള് കയ്യിലെടുത്ത് സത്യസന്ധമായി നീ ജീവിക്കുമ്പോൾ, ആത്മീയ ജീവിതത്തിൽ തിന്മകളോട് നീ സന്ധിയില്ലാത്ത സമരം ചെയ്യുമ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹപൂർണമായിട്ട് മാറും. അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിറയ്ക്കും നിന്നെ. ആകർഷകമാണ് ലോകം, ആകർഷകമാണ്. സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും വശ്യതയാർന്ന ഈ ലോകത്തിൽ ദൈവം നിനക്ക് കൂട്ടിനുണ്ടാകട്ടെ. ദൈവം നിന്നെ ബലപ്പെടുത്തട്ടെ. അപ്പോൾ ജീവിതമാകുന്ന യുദ്ധം, ആത്മീയ ജീവിതം നീ വിജയിക്കും തീർച്ച. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
ഭയഭക്തി, വേഗത, കൃത്യത എന്നിവയെ 76-ാം വയസ്സിലും തന്റെ ജീവിത വിജയത്തിന്റെ സമവാക്യമായി എടുത്ത പ്രൊഫസർ PC തോമസിന്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര. സഫലമീ ജീവിതം. ഫെബ്രുവരി 1 ശനി രാത്രി 9 മണിക്ക്. പരസ്പര ധാരണയിലും സ്നേഹത്തിലും മാതൃകാപരമായ കുടുംബജീവിതം നയിക്കേണ്ടതിന് യുവതി യുവാക്കൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രബോധനങ്ങൾ. വിവാഹത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അറിയുക ഏറ്റവും ആവശ്യമാണ്. കുടുംബജീവിതത്തിനും അനുയോജ്യമായ ബൗദ്ധിക വളർച്ചയില്ലാതെ പോകുന്നു. ലൈംഗികത എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള സ്നേഹം ഉള്ളിടത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രീകാന വെള്ളിയാഴ്ച രാത്രി 8:30. അവിടുന്ന് തന്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു. അങ്ങയുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തി അടയുന്നു. അവിടുന്ന് കന്നുകാലികൾക്കു വേണ്ടി പുല്ല് മുളപ്പിക്കുന്നു. മനുഷ്യന് ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കാൻ കൃഷിക്ക് വേണ്ട സസ്യങ്ങൾ മുളപ്പിക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ വീഞ്ഞും, മുഖം മിനുക്കാൻ എണ്ണയും, ശക്തി നൽകാൻ ഭക്ഷണവും പ്രദാനം ചെയ്യുന്നു. കർത്താവിന്റെ വൃക്ഷങ്ങൾക്ക്, അവിടുന്ന് നട്ടുപിടിപ്പിച്ച ലെബനോനിലെ ദേവദാരുക്കൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കുന്നു. അവയിൽ പക്ഷികൾ കൂടുകൂട്ടുന്നു. കൊക്ക് ദേവദാരുവിൽ ചേക്കേറുന്നു. ഉയർന്ന പർവ്വതങ്ങൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാണ്. ഋതുക്കൾ നിർണയിക്കാൻ അവിടുന്ന് ചന്ദ്രനെ നിർമ്മിച്ചു. സൂര്യന് തന്റെ അസ്തമയം അറിയാം. അവിടുന്ന് ഇരുട്ട് വരുത്തുന്നു, രാത്രിയാക്കുന്നു. അപ്പോൾ വന്യജീവികൾ പുറത്തിറങ്ങുന്നു. യുവസിംഹങ്ങൾ ഇരയ്ക്കു വേണ്ടി അലറുന്നു. ദൈവത്തോട് അവ ഇര ചോദിക്കുന്നു. സൂര്യനുദിക്കുമ്പോൾ അവ മടങ്ങി